ഹലോ, വെൽക്കം ടു ലീഗൽ ബ്രീഫ്. പ്ലേസ് ഓഫ് സ്യൂവിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സെക്ഷൻ 15 മുതൽ 21A വരെയാണ് CPCയിൽ പ്ലേസ് ഓഫ് സ്യൂവിനെ കുറിച്ച് പറയണത്. ഈ പ്ലേസ് ഓഫ് സ്യൂവിങ്ങിൽ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു കേസ്, അതായത് ഒരു സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ്, അതായത് ഏതൊക്കെ കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ്റെ പരിധിയിലാണ് നമുക്ക് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ സ്യൂട്ട് എവിടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് നോക്കുന്നതാണ് സെക്ഷൻ 15 മുതൽ 21A വരെ. ഇതിൽ സെക്ഷൻ 15 പറയുന്നുണ്ട്, ഏതൊരു സിവിൽ സ്യൂട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ലോവസ്റ്റ് കോടതി മുതലായിരിക്കും ട്രയൽ ചെയ്ത് വരേണ്ടതെന്നാണ് സെക്ഷൻ 15 പറയുന്നത്. അതായത് ഏതൊരു സിവിൽ സ്യൂട്ട് വന്നു കഴിഞ്ഞാലും ആദ്യം ഏതാണോ അതിൻ്റെ ലോവസ്റ്റ് കോർട്ട്, അവിടെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കേസ് ഫയൽ ചെയ്യാനായിട്ട്. എന്നിട്ട് അതിലെടുക്കുന്ന ഡിസിഷനിൽ നമുക്ക് എന്താണ്, അപ്പർ കോർട്ടിലോട്ട് അപ്പീലൊക്കെ പോകാനായിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും ആദ്യം ട്രയൽ നടത്തേണ്ടത് ലോവസ്റ്റ് കോടതി മുതലായിരിക്കണം. ഇനി സെക്ഷൻ 16 പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ സ്യൂട്ട് ഫയലിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇതിൽ പ്ലേസ് ഓഫ് സ്യൂട്ട് എന്ന് പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ എവിടെയാണോ ഈ പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്യുന്നത് ആ സ്ഥലത്തുള്ള കോടതിക്കാണ് ആ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്യൂട്ട് എടുക്കാനായിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. സെക്ഷൻ 16 ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ പ്ലേസ് ഓഫ് സ്യൂയിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥലത്ത് ഏത് കോടതിയാണ് ഉള്ളത് ആ കോടതിക്കാണ് ഈ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. ഇനി സെക്ഷൻ 17 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിനെ കുറിച്ച് തന്നെയാണ്. ഇനി ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് ഒന്നിൽ കൂടുതൽ കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എവിടെ ഫയൽ ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏത് കോടതിയിൽ നമുക്ക് ഫയൽ ചെയ്യാം. അതായത് ഒന്നിൽ കൂടുതൽ ജൂറിസ്ഡിക്ഷൻ ഉള്ള കോടതി എന്ന് പറഞ്ഞു, 2 3 അങ്ങനെ രണ്ടോ അതിൽ കൂടുതലോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ജൂറിസ്ഡിക്ഷൻ പരിധിയിൽ വരുന്ന ഏതൊരു കോടതിയിൽ വേണം നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ഫയൽ ചെയ്യാം. അതൊക്കെയാണ് സെക്ഷൻ 17 പറയുന്നത്. ഇനി സെക്ഷൻ 18 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജൂറിസ്ഡിക്ഷൻ, അതായത് ഒരു പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തുള്ള ജൂറിസ്ഡിക്ഷൻ ഏത് കോടതിയുടെ പരിധിയിൽ വരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു കൺഫ്യൂഷൻ വരികയാണ്. അതായത് ഒരു അൺസർട്ടനിറ്റി വരുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കോടതിയിൽ വേണോ ഫയൽ ചെയ്യാം. അതായത് ആ പരിധിക്കുള്ളിൽ ഏതൊരു കോടതിയിൽ വേണോ നമുക്ക് ഫയൽ ചെയ്ത് ഇതിൻ്റെ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമുക്ക് ഈ ആംബിക്വസ് എന്ന് പറയുന്നത്, അതായത് ഈ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വ്യക്തത ഇല്ലാതെ ആകുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, അവിടെയുള്ള ഏതെങ്കിലും കോടതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാം. പക്ഷെ അതൊരു കറക്റ്റായിട്ടുള്ളൊരു അൺസർട്ടനിറ്റി ആയിരിക്കും, അതായത് ജെന്യൂനിറ്റി ഉള്ള ഒരു അൺസർട്ടനിറ്റി ആയിട്ടുണ്ടായിരിക്കണം. ഇതുവരെ നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കാര്യത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി സെക്ഷൻ 19 മൂവബിൾ പ്രോപ്പർട്ടിനെ കുറിച്ചിട്ടും പേഴ്സണെതിരെ വരുന്ന റോങ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. സെക്ഷൻ 19 പറയുന്നുണ്ട്, ഇപ്പം മൂവബിൾ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പേഴ്സണെതിരെ നടക്കുന്ന ഒരു റോങ്ഫുൾ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് ആ റോങ്ഫുൾ ആക്ട് എവിടെയാണോ സംഭവിച്ചത് ആ സ്ഥലത്ത് നമുക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിഫൻഡൻ്റ് എവിടെയാണോ താമസിക്കുന്നത് അവിടെ നമുക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഡിഫൻഡൻ്റ് എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, പേഴ്സണലി ഗെയിൻ ഉണ്ടാക്കാനായിട്ട് എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി സെക്ഷൻ 20 പറയുന്നതെന്ന് വെച്ചാൽ അതർ കേസസിനെ കുറിച്ചിട്ടാണ്. ഈ അതർ സ്യൂട്ടിൽ ഡിഫൻഡൻ്റ് എവിടെയാണോ താമസിക്കുന്നത് അവിടെ നമുക്ക് കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എവിടെയാണോ ഈ കോസ് ഓഫ് ആക്ഷൻ നടന്നിട്ടുള്ളത് അവിടെ നമുക്ക് കേസ് ഫയൽ ചെയ്യാനായിട്ടുള്ള ഇതുണ്ട്. ഇല്ല, ഇനി ഇത് ഡിഫൻഡൻ്റ് എവിടെയാണോ പേഴ്സണലി വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് പേഴ്സണലി ഗെയിൻ ഉണ്ടാക്കാനായിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിസിനസ് എവിടെയാണോ ക്യാരി ചെയ്യുന്നത് അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ടുള്ള ഇതുണ്ട്. ഇനി അതുപോലെ തന്നെ ഡിഫൻഡൻ്റ് ഒന്നിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, അതായത് 2 അതിൽ കൂടുതലോ ഡിഫൻഡൻ്റ് ഉള്ള കേസാണ് എന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും അവരവർ റിസൈഡ് ചെയ്യുന്ന ആ സ്ഥലത്ത് നമുക്ക് കേസ് കൊടുക്കാനായിട്ട് പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരൊറ്റ സ്യൂട്ട് നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് സെക്ഷൻ 20 അകത്ത് പറയുന്നത്. ഇനി സെക്ഷൻ 21 പറയുന്നതെന്ന് വെച്ചാൽ കോടതിയിൽ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഡിസിഷൻ വരുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതായത് സപ്പോസ് ഇനി ആ കോടതിയിൽ ഒരു ജൂറിസ്ഡിക്ഷൻ ഇല്ല, അതായത് നമുക്ക് കേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത കോടതിയാണ് എന്നുണ്ടെങ്കിൽ ജഡ്ജ്മെൻറ്റ് പറയുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, കോടതിയിൽ പോയി പറയണം.
ഇനി അഥവാ ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത കോടതിയാണ് ആ കേസിന് ഡിസിഷൻ പാസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡിസിഷൻ ഒരിക്കലും ഇൻവാലിഡ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതെന്താണ്? ആ ഡിക്രി അല്ലെങ്കിൽ ആ ഓർഡർ എന്താണ്? വാലിഡ് ആണ്. ആ ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്നുള്ള കാരണപ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ ഓർഡറോ ആ ഡിക്രിയോ നമുക്ക് ക്യാൻസൽ ചെയ്യാനോ മെയിൻറ്റനബിൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് സെക്ഷൻ 21A പറയുന്നത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പീൽ പോകാനായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. റിവിഷനും നമുക്ക് പോവാം. അല്ലാതെ ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ ഓർഡറോ ഡിക്രിയോ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതൊക്കെയാണ് പ്ലേസ് ഓഫ് സിയുവിനെ കുറിച്ച് CPCയിൽ പറയുന്നത്. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.